ഹരേ കൃഷ്ണ. ഇനി നമ്മുടെ ശങ്കരാചാര്യരുടെ അടുത്ത ഭാഗം. ശങ്കരാചാര്യര് വയസ്സായ അമ്മയും അച്ഛനല്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹം കൊടുത്തു. നല്ല സ്വഭാവമുള്ളൊരു കുട്ടിക്ക് അനുഗ്രഹം കൊടുത്തു. അധികം നാട് ജീവിക്കില്ല എന്നും പറഞ്ഞു. എന്നാലും അവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കഴിയായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ സഹോദരനും ഭാര്യയൊക്കെ താമസിക്കുന്നുണ്ട്, ശങ്കരാചാര്യരുടെ അമ്മേരെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രസവ വേദന വന്നപ്പോൾ ഈ ശങ്കരാചാര്യരുടെ അമ്മായി പറയും, ഞാനൊന്ന് പോയി നോക്കട്ടെ. അവർ ഭയങ്കര പണക്കാരാണ്. അപ്പോൾ അവർ വിചാരിക്കുകയാണ്, ഇവർ കുട്ടികളുണ്ടായില്ലെങ്കിൽ ഇവറ്റങ്ങൾക്ക് ചെറിയൊരു കൊച്ചു കൂടിലാണ് വീട്. ആ വീടായാലും കുറച്ച് സ്ഥലമായാലും അവർക്ക് സ്വന്തമാക്കാമല്ലോ. അങ്ങനെ വിചാരിക്കണം ഇവർ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രസവ സമയത്ത് ഈ പെണ്ണ് പോകാൻ നോക്കുമ്പോൾ പറയും, വേണ്ട, നീ പോയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വരില്ലേ. അപ്പോൾ പറയാം, ആരെങ്കിലും വിട്ടിട്ട് ഒരു വയറ്റാട്ടീനെ കൊണ്ടുപോയി. അന്നൊക്കെ വീട്ടിലാണല്ലോ പ്രസവം. അതെ. അപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ ശരിയാവില്ല, അവരാരെങ്കിലും വിളിച്ചോട്ടെ എന്ന് പറയും. അപ്പോൾ ഭഗവാൻ ശിവൻ ഇങ്ങനെ കാണണം. അങ്ങനെ പാർവതിയും കൂടിയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ദൈവം ഈ വയറ്റാട്ടി ഇല്ലാണ്ട് എങ്ങനെ ഈ പെൺകുട്ടി പ്രസവിക്കുക ഈ അമ്മ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാർവതി ചോദിക്കും, ഞാൻ വയറ്റാട്ടിയുടെ രൂപത്തിൽ പോയാലോ? ശിവനും ഭയങ്കര സന്തോഷമായി. ശിവൻ പറയും, പെട്ടെന്ന് ചെല്ല്, നീ പ്രസവം എടുത്ത് പോയിട്ടെന്ന് പറയും. അങ്ങനെ വയറ്റാട്ടിയുടെ രൂപത്തിൽ, വയറ്റാട്ടി എന്ന് പറഞ്ഞാൽ പ്രസവം എടുക്കുന്ന സ്ത്രീ, അവരെ രൂപത്തിൽ ഒരു പാർവതി ദേവി വരികയാണ് കേട്ടോ. വന്ന് പ്രസവം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ആ ഭർത്താവ് മരിച്ചു. ഒരിക്കൽ ഈ 5 വയസ്സിന് ശേഷം ഈ കുട്ടി ഇങ്ങനെ പോവാണ്. അമ്മോട് പറയും, ഞാൻ പോവാണെന്ന് പറഞ്ഞാൽ പോവില്ലോ സന്യാസ ജീവിതത്തിന്. ആ സമയത്തൊരു വാക്കമ്മ ചോദിക്കും, എനിക്ക് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നിവരെ മരണസമയത്തെങ്കിലും എനിക്ക് കാണണം, നീ ആ സമയത്ത് എത്തണം എന്ന് പറയും. അമ്മ എപ്പോൾ വിളിച്ചാലും ഞാൻ എത്തുന്നതായിരിക്കും എന്ന് പറയും. അങ്ങനെ ശങ്കരാചാര്യർ ഹിമാലയത്തിലിരിക്കുമ്പോഴാണ് അമ്മേരെ വിളി. അങ്ങനെ പറന്നെത്തണം കേട്ടോ. പറന്നെത്തിയിട്ട് ഈ അമ്മയ്ക്ക് എല്ലാതും കാണിച്ചു കൊടുക്കും. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഭക്തി അങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശിവനെ എന്ന് പറയുമ്പോൾ ശിവനെ കാണും, ബ്രഹ്മാവിനെ കാണും, വിഷ്ണുവിനെ കാണും. അങ്ങനെ അമ്മയ്ക്ക് നല്ലൊരു മരണം കൊടുക്കും. അതിന് ശേഷം ഇവരാരും കത്തിക്കാനൊന്നും വരില്ല, തന്നെ എടുത്തു കൊണ്ടുപോയി തന്നെ ദഹിപ്പിക്കണം അമ്മേനെ. അമ്മയാണല്ലോ ഏറ്റവും വലുത്, ഗർഭപാത്രത്തിൽ അമ്മയല്ലേ നമ്മളെ ചുമക്കേണ്ടത്. അപ്പം അങ്ങനെ അമ്മേനെ ഈ മകൻ തന്നെ വിറകൊക്കെ കൊണ്ടുവന്ന് ആ മകൻ്റെ സിദ്ധി